ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നീർദോശ. നീർദോശ എന്ന് വെച്ചാൽ നമ്മൾ കായംകുളത്തുകാർക്ക് നീർദോശ അത്ര സുപരിചിതമല്ല. കാരണം നമ്മളവിടെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇത് ശരിക്കും കാസർഗോഡ് മംഗലാപുരം ഭാഗത്തുള്ള ഒരു ദോശയാണ്. ഇത് ദോശയാണോ അപ്പമാണോ എന്ത് വേണേലും പേര് വിളിക്കാം. കാരണം ദോശയുടെ റെസിപ്പിയിൽ നമ്മൾ ഉഴുന്നിടുമല്ലോ, അത് ഇവിടെ ഇടത്തില്ല. പിന്നെ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കുമല്ലോ, ഇവിടെ തേങ്ങ അരയ്ക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദോശ എന്നാണോ, പക്ഷെ അവർ ഇതിന് പറയുന്നത് നീർദോശ എന്നാണ് പറയുന്നത്. ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പം നമുക്ക് ഈ ഒത്തിരി ജില്ലയിലെ ആളുകളുമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ അടുത്ത ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന ഒരു കാസർഗോഡുകാരുണ്ടായിരുന്നു. ഉമാന്ന പേര്, കാസർഗോഡ്. ഇപ്പോഴും ഇവരെല്ലാവരുമായിട്ട് അവർക്ക് നാട്ടിലാണ് ഇപ്പോൾ സെറ്റിലായി. പക്ഷേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് എല്ലാവരുമായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം എല്ലാ ജില്ലയിലെ ഫുഡും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. അത് എല്ലാ പ്രവാസികൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പണ്ട് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. അവരുടെ റൂമിൽ മിക്കവാറും നീർദോശ ഉണ്ടാക്കും. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പം ഇത് കണ്ടിട്ട് അങ്ങനെ ചോദിച്ച് അവർ പറഞ്ഞതാണ് മംഗലാപുരവും കാസർഗോഡും പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ദോശ. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു 1.5 കപ്പ് പച്ചരി കുതിർക്കാനായിട്ടിട്ടിരുന്നു. അത് ഒരു 6 മണിക്കൂർ കുതിർത്ത് വാരി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങ, അതാണ് അതിൻ്റെ ആ ഒരു അളവ് കേട്ടോ. എന്നിട്ട് അത് വെച്ച് പിന്നെ നമുക്ക് തേങ്ങയും ഈ 1.5 കപ്പ് പച്ചരിക്ക് നമ്മൾ അതിനനുസരിച്ചുള്ള തേങ്ങ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇത് അരയ്ക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ദോശയ്ക്കോ അപ്പത്തിനോ അരയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലല്ല ഇത് കിട്ടേണ്ടത്. ഇതിന് നല്ല വെള്ളം പോലെ, അതായത് ഒരു കപ്പ് അരിക്ക് നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുന്നതിൻ്റെ നികക്കുകയോ ഇല്ലെങ്കിൽ അതിന് താഴെ വെച്ച് വെള്ളം ഒഴിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല. നമ്മൾ അത് അരയ്ക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ അത്രയും വെള്ളം ഒഴിച്ച് അരച്ച് വാരി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 3 കപ്പോളം വെള്ളം ഈ 1 കപ്പ് മാവിനകത്ത് 3 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. ഞാൻ ഇവിടെ ഈ മാവ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് 2 പാത്രത്തിലായിട്ട് ഞാൻ പകർന്ന് വെച്ചേക്കുക. കാരണം ഒന്ന് നമുക്ക് രാവിലെ എടുക്കാൻ വേണ്ടിയാണ്. അപ്പം ബാക്കിയുള്ളതിലേക്ക് ഇപ്പോൾ എടുക്കാനുള്ളതിനകത്തിലോട്ട് നമുക്ക് ഈ കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കിയത് ഇങ്ങനെ നമ്മൾ സാധാരണ അരച്ച് എടുക്കുന്ന ആ ഒരു ഇതില്ലേ, അങ്ങനെ തന്നെയാണ് അരച്ചെടുത്തേക്കുന്നത്. ഓവർ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അരയത്തില്ല. അതുകൊണ്ട് നമ്മൾ പാകത്തിന് വെള്ളം എടുത്തിട്ട് വേണം അരയ്ക്കാൻ. അത് കഴിഞ്ഞ് ഇതിലേക്ക് വെള്ളം പിന്നെ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ നല്ല ലൂസായിട്ട് വരണം. കുറച്ചും കൂടെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ വരണം, ഇങ്ങനെ ഒഴുകുന്ന ഒരു രീതിയിൽ. ഇതിനകത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഓവറായിട്ട് ചൂടാവരുത്, കുറവ് ചൂടാവരുത്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ തൂത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലാതെ ഇതിൽ നിന്ന് ഇളകി വരും. പക്ഷെ വെളിച്ചെണ്ണ വെക്കുന്നത് നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയാണ്. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഇടഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ 2ആയിട്ട് മടക്കി എന്നിട്ട്
എടുക്കുക. ഒരു വശം മറുവശം തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഒരു വശം വേവിച്ചാൽ മതി, അപ്പോഴത്തേക്കും മറുവശം വേവും. കാരണം ഒട്ടും കട്ടിയില്ലല്ലോ, അതുകൊണ്ടാണ് നമുക്ക് പേപ്പർ ദോശ എന്ന് ഇതിനെ പറയും. നമ്മുടെ നീർദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചമ്മന്തി, സാമ്പാർ, നമ്മുടെ വെജിറ്റബിൾ കുറുമ, അത് അങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് കറിയില്ലേ, അത് ഒക്കെ കൂട്ടി നമുക്ക് ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ മുട്ടക്കറി, ചിക്കൻ കറി, നോൺ വെജ് കഴിക്കുന്നവർക്ക് അതൊക്കെ വെച്ചിട്ടും കഴിക്കാൻ പറ്റും. വളരെ സോഫ്റ്റാണ്. നമ്മുടെ മറ്റേ അരിദോശ ഉണ്ടാക്കുന്നത് പോലെ ഒന്നുമല്ല, വളരെ സോഫ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈസ്റ്റോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കാതെ തന്നെ തേങ്ങയും അരിയും കൂടെ അരച്ച് അപ്പോൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇന്ന് നാടൻ മുട്ടക്കറി, നാടൻ മുട്ട എന്ന് വെച്ചാൽ നാടൻ മുട്ടക്കറി വെച്ചാൽ നാടൻ മുട്ടയുടെ കറിയല്ല, നാടൻ റെസിപ്പി, നമ്മുടെ കേരള സ്റ്റൈല് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂട്ടിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഈ മുട്ടക്കറി ഒരു പ്രത്യേക റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് വേറൊരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ്, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്കും വീണ്ടും ഓരോ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവുന്നത്. അപ്പം ഇനി വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.